പൊതുവേ വീട്ടിൽ കുക്കിംഗ് ഒക്കെ ഉണ്ടോ? എങ്ങനെയാ കുക്കിങ്ങിൽ ഒരു പക്ഷേ കേരളത്തിൽ ഞങ്ങളൊക്കെ ഈ വനിതാ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഒരു ദിവസം വിളിച്ചിട്ട് അസലായിട്ട് കുക്കിംഗ് ചെയ്യുന്ന ഞങ്ങളുടെ കഴിവൊക്കെ ഒന്ന് കണ്ടു പഠിക്കേണ്ടതായിരിക്കും. അതിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ എനിക്കാണോ ഫസ്റ്റ് പ്രൈസ് കിട്ടുക, അതോ ഇനി വേറെ ഇതുപോലെ തന്നെ എക്സ്പെർട്ടാണ്. ഏറ്റവും ഫേവറേറ്റ് ഐറ്റം വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ വീട്ടുകാർ കൊള്ളാം? ഏറ്റവും നന്നായിട്ട് മത്തിക്കറിയാണ്. മത്തിക്കറി പൊളിച്ചു. ഞാൻ വിചാരിച്ചു മറ്റേ ഇഡ്ഡലി സാമ്പാർ എന്നൊക്കെ പറഞ്ഞ് വേറെ രീതിയിലാണ്. മത്തിക്കറി, മുളകിട്ട മത്തിക്കറി, അത് എൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് എൻ്റെ 2 മക്കളും പറയുന്നത്. അത് അമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്നാണ്. ഞാൻ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ എനിക്കറിയാൻ പറ്റും. അതായത് ഇടക്കാലത്ത് പോലും ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടിയിട്ട് ഇപ്പം ഇവിടെ തന്നെ ഒരു കാറ്ററിംഗ് ടീമുണ്ട്. ആ കാറ്ററിംഗ് ടീമിൻ്റെ സുഹൃത്തുക്കൾ അവരിപ്പോൾ ഒരു 10-20 പേരായി. അപ്പോൾ അവരാരും പറയില്ല ഇത് ശോഭാ സുരേന്ദ്രനാണ് ഈ കാറ്ററിംഗ് ഇവരെ ആ രംഗത്തേക്ക് കൊണ്ടുവന്നത്, സജ്ജമാക്കിയതൊന്നും അവർ പറയില്ല. കാരണം അതിനകത്ത് രാഷ്ട്രീയം ഇല്ലാത്തവരും ഉണ്ട്, BJP-കാരായിട്ടുള്ള സ്ത്രീകൾ മാത്രമല്ല. അപ്പോൾ മത്തിക്കറിയും ചോറും പിന്നെ കപ്പയും അല്ല, കപ്പ ഞാൻ പട്ടിണി കിടന്ന കാലത്ത് ഒരുപാട് കഴിച്ചതുകൊണ്ട് എനിക്ക് കപ്പയോട് അത്ര വലിയൊരു താല്പര്യമില്ല. കാരണം പരിപ്പും കപ്പയും എനിക്ക് കാണുമ്പോൾ അത് അത്ര വലിയ സ്നേഹമില്ല. കാരണം കപ്പയും കട്ടൻ ചായയും അത് നമ്മുടെ നാട്ടിൽ കൊള്ളി എന്നാണ് പറയുന്നത്, തൃശ്ശൂർ ജില്ലയിൽ. അപ്പോൾ അത് ആവോളം അത് മാത്രമേ ഉള്ളൂ ആ കാലത്ത്. അപ്പോൾ പറമ്പിൽ പോയിട്ട് നമ്മൾ ഇത് 2-3 കട പറിച്ചു കൊണ്ടുവരിക. അത് കൊണ്ടുവന്നിട്ട് കുട്ടിക്കാലത്ത് അപ്പോൾ അത് പറിച്ചു കൊണ്ടുവരിക. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചു. ഞങ്ങൾ 5 പെണ്ണും 1 ആണുമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഏറ്റവും താഴെയാണ്. എൻ്റെ അമ്മ കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ അത് കഴിച്ച് വിശപ്പടക്കിയത് കൊണ്ട് പിന്നെ ആ പറമ്പിൻ്റെ മേളിൽ നമുക്കൊരു പറമ്പുണ്ട്. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ കാതിൽ കിടക്കുന്ന 2 കമ്മലും പിന്നെ അമ്മയ്ക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കല്യാണ സമയത്ത് കൊടുത്തിട്ടുള്ള പണ്ട് കാലത്ത് അതിങ്ങനെ തലമുറയായിട്ട് ആ സ്വർണം മാത്രം അതേ ഉണ്ടാവുള്ളൂ, അത് വിൽക്കില്ല അത്രേ. അപ്പം അങ്ങനെ അത് മോതിരം കൂടി വിറ്റിട്ടാണ് അത്രേ ഒരു പറമ്പ് വാങ്ങിയിട്ടുള്ളത്. ഒരു പറമ്പ് 90 സെൻറ്റ് പറമ്പ് കിട്ടാനായിട്ട് അന്ന് 1995 ആദ്യമായിട്ട് രാഷ്ട്രീയ രംഗത്ത് യുവമോർച്ചയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അമ്മ പറയേണ്ടത് 2 പോത്ത്, അതായത് അച്ഛൻ നിലമുഴാൻ കൊണ്ടുപോകുന്ന 2 പോത്തിനെയും അതുപോലെ ഈ കമ്മലും ഈ കയ്യിൽ കിടക്കുന്ന ചെറിയൊരു സ്വർണത്തിൻ്റെ ഒരു മിന്നിയും വിറ്റിട്ടാണ് അവിടുത്തെ പറമ്പ്. ആ പറമ്പ് ഇപ്പോഴും ഉണ്ട്, എൻ്റെ കയ്യിലാണുള്ളത്. അങ്ങനൊരു കുട്ടിക്കാലം അവിടെ നിന്ന് BJP-യുടെ ഒരു സംസ്ഥാന നേതൃനിരയിലേക്ക് വരിക, ദേശീയ നിരയിലേക്ക് വരിക, ഈ പറയുന്ന പോലെ എണ്ണം പറഞ്ഞ സ്ഥാനാർത്ഥികൾക്കൊപ്പം മത്സരിച്ച് ഒട്ടും തള്ളിക്കളയാനാവാത്ത വിധം ജനപിന്തുണ നേടുക ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു സമയത്ത് നമ്മൾ രാഷ്ട്രീയത്തിന് പറ്റിയ ആളല്ലേ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണ്, നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാവും. അത് എല്ലാ സ്ഥലങ്ങളിലും പൊതുവെ അങ്ങനെയാണ്. അത് ഉണ്ടാവും. നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോഴാണ് വളരെ സന്തോഷം. മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്ന് പറയുന്നത് അതിൽ നമുക്ക് സന്തോഷമുണ്ട്. കാരണം എന്താണ്, പ്രതികരണം വരുമ്പോഴാണ് അറിയാം നമ്മൾ ജീവിച്ചിരിക്കുന്നു. അല്ല, അങ്ങനെ നിന്ന് വളർന്നു വന്ന ഒരാൾക്ക് ഇന്ന് ഇന്ത്യയിൽ 3 കുട്ടികളെ ശശി തരൂരിന് ശേഷം പബ്ലിക് പോളിസി പഠിക്കാനായിട്ട് അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളെ കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും കാലിഫോർണിയ ബർക്കലിയും സെലക്ട് ചെയ്ത് പോരുമ്പോൾ അങ്ങനെ എന്റെയാണ് മൂത്താള്. അയാളിപ്പോ കാലിഫോർണിയ ബർക്കലിയിലാണ് ചെയ്യുന്നത്. അയാൾ ഡൽഹി IIT ആയിരുന്നു. അപ്പൊ ഡൽഹി IIT-യിൽ നിന്ന് 6ാം റാങ്ക് കിട്ടി. പിന്നെ ജർമ്മനിയിലെ സയന്റിസ്റ്റ് ആയിട്ട് ലെക്ചറായിട്ട് ജോലി ചെയ്യായിരുന്നു. അപ്പോ എൻ്റെ ഒരു മാഷുണ്ട്, ഒരു ഇർഫാൻ എന്ന് പറയുന്നത്, ഡൽഹിയിൽ നിന്നുള്ളതാണ്. ചോദിക്കുമ്പോൾ പറയണേ. അപ്പോൾ മകൻ അവിടെയാണ് പബ്ലിക് പോളിസി പഠിക്കുന്നു. അത് ഇപ്പം കഴിയാറായി, 1 മാസം കൂടി കഴിഞ്ഞാല്. ബാക്കി 2 കുട്ടികൾ, രണ്ടാമത്തെ ആള് എന്നെ പോലെയാണ്. അതായത് അയാള് ജനങ്ങൾക്ക് വേണ്ടി ചായയാണോ ഇത്? കട്ടൻ ചായ ആണോ കുടിക്കുന്നത് പൊതുവെ? ആണല്ലേ. മൊത്തത്തിലൊരു പണ്ട് കാലത്ത് പരിപ്പൂടെയും കൂടെ കിട്ടിയാൽ മൊത്തത്തിലൊരു ഇടതുപക്ഷ ലൈനാവും. പിന്നെ മത്തിക്കറി കട്ടൻ ചായ ശോഭാ സുരേന്ദ്രൻ. പുറത്താരെങ്കിലും പറഞ്ഞപ്പോൾ ഇവര് ഇവിടുത്തെ DYFI-യുടെ മഹിളാ മോർച്ചയുടെ ഒക്കെ പ്രസിഡന്റാണോ എന്ന് ചോദിക്കും. പൊതുവേ ഒരു ഇടതുപക്ഷ മനസ്സുണ്ടോ ശോഭ? അല്ല, അങ്ങനെയല്ല. അപ്പൊ നമ്മൾ ഭക്ഷണത്തിനാരും കൊണ്ട് കാര്യം ഒരു പശ്ചാത്തലം, ഒരു ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് ഉയർന്ന് വിൽ പവർ കൊണ്ട് ഇപ്പോഴും രാഷ്ട്രീയത്തിൽ സജീവമായി. അല്ല, അന്നേ പണ്ട് കാലത്ത് പാല് വാങ്ങാനായിട്ട് ആകെ അവിടുത്തെ പാല് വാങ്ങാൻ നമുക്ക് സംവിധാനം ഇല്ലല്ലോ. അതായത് പഞ്ചസാര പോലും കട്ടൻ ചായയിൽ ഇടാൻ ഇല്ലാത്ത ഒരു കുടുംബത്തിന് പാല് സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് വെളുത്ത പാൽപ്പായസങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ പക്ഷേ ഗുരുവായൂരപ്പൻ്റെ പാൽപ്പായസം, അമ്പലപ്പുഴ കണ്ണൻ്റെ പാൽപ്പായസം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 2-3 സ്പൂൺ കഴിക്കുമെന്ന് വെച്ചാൽ പൊതുവേ ഞാൻ പാൽപ്പായസം. അതെന്തുകൊണ്ടാണ്, പാലിനോട് നമുക്ക് അത്ര ഒരു ആ കാലത്തെ സമയത്ത് പാലിനോടും ഒരു ദേഷ്യം. എന്താണ് പാലിനോട് ദേഷ്യം? പാല്
കാണുമ്പോഴേ ഇത് കഴിക്കാത്തതുകൊണ്ട് കുറേ കാലങ്ങൾക്ക് ശേഷം 1995 ശേഷമാണ് പാലൊഴിച്ച് ചായ കുടിക്കാൻ ആരംഭിച്ചത്, അത് ആളുകളെ നിർബന്ധിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു പശ്ചാത്തലം എന്റെ രണ്ടാമത്തെ ആളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അപ്പൊ രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് നാട്ടുകാർക്ക് വളരെ കൂടുതൽ വേണ്ടിപ്പെട്ട ഒരാളാണ്. ഇപ്പം നമ്മൾ എന്തൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാലും അവൻ്റെ കാര്യത്തെ മാറ്റി വെച്ചുകൊണ്ട് ജനങ്ങളുടെ കാര്യം ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ കാര്യം ചെയ്യുക. ഇപ്പം തന്നെ അയാൾ BBA മാർക്കറ്റിംഗ് ആണ് കഴിഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്കൊരു സിനിമയിലൊന്ന് മോൻ കാണിച്ചാൽ കൊള്ളാം എന്നുണ്ട്. അമ്മയ്ക്ക് ഫ്രണ്ട്സ് അല്ലേ, പല സിനിമ ആളുകളായിട്ട് അമ്മയ്ക്ക് പരിചയമുണ്ടല്ലോ. അപ്പോൾ എന്നെ ഒന്ന് സിനിമയിൽ മുഖം കാണിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. പക്ഷേ ഞാൻ പറഞ്ഞു, അല്ല മോനിപ്പോൾ പഠിച്ച ആദ്യം ജോലി ചെയ്യുക, ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സിനിമയിൽ കഴിവുണ്ടെങ്കിൽ ചെയ്യാലോ. പിന്നെ അയാൾ നാഷണൽ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. പക്ഷേ ഇടക്കാലത്ത് അയാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി, കാലിന്റെ പാദത്തിന് ഒരു പ്രോബ്ലം പറ്റിയതുകൊണ്ട്. മൂന്നാമത്തെ ആളോ? ആകെ 2 പേരാണ്. ഒരാൾ ബെർക്കിലിയിലോ ഒരാൾ ബാംഗ്ലൂർ അൺ അക്കാദമിയിലെ ജോലി. വണ്ടർഫുൾ. അപ്പോൾ ആ അർത്ഥത്തിൽ അവിടെ നിന്ന് വന്നൊരു വരവ് വലിയൊരു വരവായിരുന്നു. ആകെ ഐ അപ്രീഷിയേറ്റ് യു. ഒരു സ്ത്രീ എന്ന രീതിയിൽ മാത്രമല്ല, ഒരു അമ്മ എന്ന രീതിയിൽ ഒക്കെ ആ റോളുകളൊക്കെ ചെയ്യുമ്പോഴാണ് രാഷ്ട്രീയ പ്രവർത്തനം കൂടെ ചെയ്യുന്നത്. മത്തിക്കരി നന്നായി വയ്ക്കുന്ന ശോഭാ സുരേന്ദ്രൻ എന്നുള്ളത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും. അതിന് പിന്നെ ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്, അതാണ് നമ്മൾ വിശദീകരിച്ചത്. നമ്മൾ ഭക്ഷണം